ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ച് ഫ്രാൻസ്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ആയുധ കയറ്റുമതി നിർത്തിവെച്ച വിവരം അറിയിച്ചത്. മാക്രോൺ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗത്തെത്തി. ലെബനാനിൽ കരയാക്രമണത്തിന് സൈന്യത്തെ അയച്ച നെതന്യാഹുവിന്റെ നടപടിയെ മാക്രോൺ വിമർശിച്ചിരുന്നു. പ്രശ്നത്തിന് രാഷ്ട്രീയമായി പരിഹാരമാണ് ഉണ്ടാവേണ്ടതെന്നാണ് മാക്രോൺ പറഞ്ഞത്. അതിനാൽ ഗസയിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തുകയാണെന്നും മാക്രോൺ വ്യക്തമാക്കി. തങ്ങളെ കേൾക്കാൻ നെതന്യാഹു തയ്യാറായില്ല. അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു തെറ്റാണ്. ഇത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു. ഇറാന്റെ പ്രാകൃത സൈന്യത്തോടാണ് ഇസ്രായേലിന്റെ പോരാട്ടം. സംസ്കാരമുള്ള രാഷ്ട്രങ്ങളെല്ലാം ഇറാനൊപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാക്രോണും ചില പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്താൻ ആവശ്യപ്പെടുന്നു. അവരെ ഓർത്ത് നാണക്കേട് തോന്നുന്നു എന്നായിരുന്നു ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം.